മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന സംഭവം. സാധാരണഗതിയിൽ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മദീനത്ത് നിന്ന് മക്കത്ത് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഒരു കഴുത ഉണ്ടാവും. അത് ഈ ഒട്ടകത്തിന്റെ മേലെ തന്നെ കുറെ നേരം ഇങ്ങനെ യാത്ര ചെയ്ത് മടുപ്പ് വരുമ്പോൾ അദ്ദേഹം ചെറിയൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഈ കഴുതപ്പുറത്ത് കയറിയിട്ട് കുറച്ചു നേരം യാത്ര ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ ഈ മക്കത്തേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു തലപ്പാവും അദ്ദേഹം കൂടെ കൊണ്ടുപോകായിരുന്നു. അങ്ങനെ ഒരു തവണ മക്കത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു അറാബിയായ മനുഷ്യനെ കണ്ടു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കഴുതപ്പുറത്ത് കയറി ഇങ്ങനെ പോകുമായിരുന്നു. അപ്പൊ ഈ അറാബിയായ മനുഷ്യന്റെ അടുത്ത് വാഹനം നിർത്തിയിട്ട് ചോദിച്ചു, അലസ്തബ്ന ഫുലാൻ ഇബ്നു ഫുലാൻ, നീ ഇന്ന ആളുടെ മകൻ ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അറാബി അതെ എന്ന് പറഞ്ഞു. അപ്പൊ അയാളെ തിരിച്ചറിഞ്ഞപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഈ കഴുതപ്പുറത്തുനിന്ന് ചാടി ഇറങ്ങി. എന്നിട്ട് അറാബിയായ മനുഷ്യനെ ആ മനുഷ്യനെ ഈ കഴുതപ്പുറത്തേക്ക് കയറ്റിയിട്ട് ഇത് നീ എടുത്തോളൂ, ഇതിന് മേലെ നീ യാത്ര ചെയ്തോ എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പ്രിയപ്പെട്ട എല്ലാ യാത്രയിലും കൊണ്ടുപോകുമായിരുന്ന ഈ തലപ്പ അതും അദ്ദേഹം അയച്ചിട്ട് ഈ അറാബി കൊടുത്തിട്ട് ഇതും നീ കെട്ടിക്കോ, ഇതും നീ എടുത്തോ എന്ന് പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്കൊക്കെ അത്ഭുതം. അവർ ചോദിച്ചു, ഗഫറല്ലാഹു ലക, അല്ലാഹു അങ്ങേക്ക് പുറത്തു തരട്ടെ, എന്തിനാ ഇത്രയും ഓവർ? സാധാരണ ഒരു അറാബിയല്ല, എന്തെങ്കിലും ചില്ലറ കൊടുത്താൽ പോരായിരുന്നോ? എന്തിന്റെ പേരിലാണ് അങ്ങ് അദ്ദേഹത്തിന് ഇത്രയും വലിയ 2 സാധനങ്ങൾ നൽകിയതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ഒരു ആള് മരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം ആ പിതാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നന്മ ചെയ്യുക എന്നതിനേക്കാൾ പരിപൂർണമായ നന്മ വേറെ ഒന്നുമില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അറാബിയുടെ വാപ്പ എന്റെ വാപ്പയുടെ ചങ്ങാതിയായിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. എന്താ ഹദീസ്? വാപ്പ മരിച്ചതിന് ശേഷം വാപ്പയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നന്മ ചെയ്യുന്നതിനേക്കാൾ പരിപൂർണമായ വേറൊരു ബിർറുമില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്റെ വാപ്പയുടെ ചങ്ങായാണെന്ന് സ്ഥിരപ്പെട്ടാൽ പിന്നെ ഞാൻ എന്തും കൊടുത്ത് അയാളെ ബഹുമാനിക്കും. എന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അങ്ങനെ പിൻപറ്റും. അതാണ് ഇത്തിബാ. ഇൻഷാ അല്ലാഹ് ആ ഒരു ദർജയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്.